ഈശ്വംശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരിച്ച സിസ്റ്റേഴ്സ്, പ്രിയ ഇടവാംഗങ്ങളെ, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മൾക്ക് ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ ദിവസമാണ് നമ്മുടെ ജന്മദിനം. എന്നാൽ അതിനേക്കാൾ സന്തോഷം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുമ്പോഴാണ്. അങ്ങനെ മാനവരാശിക്ക് അനുഗ്രഹമായി മാറിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ തിരുനാളിൻ്റെ പിറ്റേ ദിവസം തിരുസഭ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. എന്താണ് വിമല ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മാതാവിൻ്റെ ആന്തരിക ജീവിതം തന്നെയാണ് വിമല ഹൃദയം കൊണ്ട് അർത്ഥമാക്കുന്നത്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ജീവിതം പങ്കുവച്ചത്, എങ്ങനെയാണ് ചിന്തിച്ചത്, എങ്ങനെയാണ് സ്നേഹിച്ചത്, എങ്ങനെയാണ് തൻ്റെ ജീവിതം ബലിയാക്കിയത് എന്നതിനുള്ള ഒറ്റ വാക്കാണ് വിമല ഹൃദയം. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായിത്തീരുമ്പോൾ ലോകത്ത് സമാധാനമുണ്ടാകുമെന്ന് അമ്മ നമ്മോട് പറയുന്നു. അങ്ങനെ ലോകം മുഴുവൻ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന അമ്മയുടെ വാക്കുകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ആത്മാക്കൾ നരകത്തിൽ പോകുന്നതിന് തടയാനുള്ള രക്ഷാമാർഗമായും അമ്മ നിർദ്ദേശിക്കുന്ന മറുമരുന്നാണ് വിമല ഹൃദയ ഭക്തി. 1917 ഫാത്തിമയിൽ 3 കുട്ടികൾക്ക്, ജസീന്ത, ഫ്രാൻസിസ്ക, ലൂസി എന്നിവർക്ക് ദർശനം നൽകിയപ്പോഴും വിമല ഹൃദയ ഭക്തിയെക്കുറിച്ചാണ് അവിടുന്ന് അരുളി ചെയ്തത്. തൻ്റെ വലതു കൈയിൽ മുള്ളുകളാൽ തുളയ്ക്കപ്പെട്ട ഒരു ഹൃദയം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അനാദികാലം മുതലേ ഹൃദയം സ്നേഹത്തിൻ്റെയും കുലീനങ്ങളായ വികാരങ്ങളുടെയും അടയാളമാണ്. മാതാവിൻ്റെ വിമല ഹൃദയ ചിത്രത്തിൽ മാതാവിൻ്റെ ഹൃദയം പുറത്താണ് ദൃശ്യമാകുന്നത്. ഇത് മനുഷ്യ മക്കളോടുള്ള അളവറ്റ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. മാതാവിൻ്റെ ചില ചിത്രങ്ങളിൽ മാതാവിൻ്റെ കരങ്ങൾ കൊണ്ട് ഹൃദയത്തെ പിടിച്ചിരിക്കുന്നതായും അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. തൻ്റെ അടുത്ത് വരുന്ന എല്ലാ മക്കൾക്കും മാതൃസ്നേഹവും കരുതലും നൽകുന്നതിനുള്ള സന്നദ്ധതയാണ് ഇത് കാണിക്കുന്നത്. മാതാവിൻ്റെ സ്നേഹം അവളിൽ തന്നെ ഒതുക്കി നിർത്താനാവില്ലെന്ന് ഈ ഹൃദയം നമ്മോട് പറയുന്നു. മാതാവിൻ്റെ ഹൃദയത്തിൽ അഗ്നിനാളങ്ങൾ കാണാം. ദൈവത്തോടും മനുഷ്യ മക്കളോടുമുള്ള തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ അടയാളമാണത്. ഹൃദയത്തിന് ചുറ്റും വെളുത്ത റോസാപ്പൂക്കൾ കാണാം. മാതാവിൻ്റെ അമലോത്ഭവത്തിൻ്റെയും പരിശുദ്ധിയുടെയും പ്രതീകങ്ങളാണ് ആ റോസാപ്പൂക്കൾ. ചില ചിത്രങ്ങളിൽ ഹൃദയത്തിന് മുകളിലായി ലില്ലിപ്പൂക്കൾ കാണാം. മാതാവിൻ്റെ നിർമ്മലതയെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാതാവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുന്നു. വിശുദ്ധ ലൂക്കാസ്ലിയുടെ സുവിശേഷത്തിൽ ഈശോയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുമ്പോൾ ശിമയോൻ പ്രവാചകൻ പറഞ്ഞ വചനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. തൻ്റെ ജീവിതകാലത്ത് കടന്നു പോകേണ്ട സഹനങ്ങൾ, പ്രത്യേകിച്ച് പ്രിയസുതൻ്റെ കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹൃദയത്തിന് ചുറ്റും പ്രകാശരശ്മികൾ കാണാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന വിശേഷണത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഇങ്ങനെയുള്ള ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ മാതാവ് നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വെടുപ്പാക്കി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഹൃദയത്തെ പിന്നീട് ഒരിക്കലും സാത്താന് തൊടാനാവുകയില്ല. അതിനാൽ നാം ഓരോരുത്തരും വിമല ഹൃദയത്തിനെതിരായ പാപങ്ങളിൽ നിന്ന് അകന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ വഴി ഈ ലോകത്തു നിന്നും സാത്താനെ തുരത്തി ലോകത്ത് ശാന്തിയും സമാധാനം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠ വഴി നമ്മുടെ ജീവിതമാവുന്ന കപ്പൽ യാത്രയിൽ ദിശ കാണിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ പ്രകാശ ഗോപുരമാവുന്ന
മറിയത്തെ ധ്യാനിച്ച് നമ്മുടെ തീർത്ഥയാത്രയിൽ മാതാവ് പ്രകാശം വീശി നമ്മെ എല്ലാവരെയും നേർവഴി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.